VM സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന് VM സുധീരൻ വ്യക്തമാക്കി. രാജിക്കത്ത് ഹൈക്കമാൻഡിന് കൈമാറി. തന്റെ രാജിക്ക് രാഷ്ട്രീയ കാരണങ്ങളൊന്നും തന്നെ ഇല്ലെന്നും സ്ഥാനത്തോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒഴിയുക എന്നതാണ് തന്റെ രീതിയെന്നും അദ്ദേഹം പറഞ്ഞു. തികച്ചും നാടകീയവും ആശങ്ക നിറഞ്ഞതുമായ ഒരു വാർത്താ സമ്മേളനത്തിലാണ് KPCC ആസ്ഥാനം വേദിയായത്. കേരളം അരക്ഷിതമായ അവസ്ഥയിലാണ്, ഭരണകൂടം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നിങ്ങനെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ സംസാരിച്ച KPCC അധ്യക്ഷൻ VM സുധീരൻ പെട്ടെന്ന് തന്റെ നിലവിലെ പദവിയെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും പദവിയിൽ തുടരുന്ന കാര്യവും സസ്പെൻസ് വെച്ച് വിശദീകരിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല, ആ തീരുമാനവും പ്രഖ്യാപിച്ചു. ചികിത്സയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരും എന്നുള്ളതുകൊണ്ടും വിശ്രമം ആവശ്യമായതുകൊണ്ടും ഡോക്ടർമാരുടെ ഉപദേശം അതാണ്. അതുകൊണ്ട് KPCC അധ്യക്ഷ പദവിയിൽ തുടരുന്നത് ഉചിതമല്ല. KPCC അധ്യക്ഷ പദവി ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജിവിഷയം ആരോടും കൂടിയാലോചന നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ VM സുധീരൻ തന്റെ തീരുമാനം പിന്നീടാണ് AICC നേതൃത്വത്തെയും അറിയിച്ചത്. തുടർന്ന് അദ്ദേഹം രാജിക്കത്ത് കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് അയച്ചു. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമാണോ ഈ രാജിക്ക് പിന്നിലെന്ന ചോദ്യത്തിന് VM സുധീരന്റെ പ്രതികരണം ഇങ്ങനെ: ഇത് വേറെ യാതൊരു ഇന്നർ പോളിറ്റിക്സും ഇല്ല, യാതൊരു ഇന്നർ പോളിറ്റിക്സും പറ്റുന്നുകൊണ്ടല്ല. വേണമെങ്കിൽ എനിക്ക് തൽക്കാലത്തേക്ക് ലീവ് എടുക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചുമതലയേൽപ്പിക്കാം. പക്ഷെ അത് എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ്. ഏത് സ്ഥാനം ഏറ്റെടുത്താലും ആ സ്ഥാനത്തോട് നീതി പുലർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നേ വരെ പുലർത്തി പോന്നിട്ടുള്ള ഒരു രീതി. അതാണ്. ബദൽ ക്രമീകരണം AICCയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ലീവ് എടുക്കുന്നതിനോ മറ്റൊരാൾക്ക് ചാർജ് നൽകുന്നതിനോ വ്യക്തിപരമായി തനിക്ക് താല്പര്യമില്ല. പുതിയ പ്രസിഡന്റിന്റെ കാര്യത്തിൽ എത്രയും വേഗം ബദൽ ക്രമീകരണം AICC ഒരുക്കുമെന്നും VM സുധീരൻ വ്യക്തമാക്കി. പ്രസിഡന്റായി പ്രവർത്തിച്ചപ്പോൾ എല്ലാപേരും നൽകിയ പിന്തുണയ്ക്ക് സുധീരൻ നന്ദിയും പറയാൻ മറന്നില്ല. 2014 ഫെബ്രുവരി 10 KPCC പ്രസിഡന്റ് പദവിയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ VM സുധീരൻ അപ്രതീക്ഷിതമായി തന്നെ ആ പദവി ഒഴിയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. VM സുധീരനെ മാറ്റി സംഘടനാ തെരഞ്ഞെടുപ്പെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായ പശ്ചാത്തലത്തിലാണ് രാജി. ആരോഗ്യപരമായ കാരണങ്ങളെന്ന് പറയുമ്പോഴും AI ഗ്രൂപ്പുകളെ എതിർത്ത് അധ്യക്ഷ സ്ഥാനത്ത് തുടരുക അസാധ്യമാണെന്ന് സ്വയം ബോധ്യമായ സാഹചര്യത്തിൽ കൂടിയാണ് സുധീരൻ രാജിവെച്ചത്. തനിക്കെതിരെ ഗ്രൂപ്പുകൾ ഒന്നിച്ചു നീങ്ങുന്ന പശ്ചാത്തലത്തിൽ മുഖം രക്ഷിക്കാൻ രാജി സഹായിക്കുമെന്ന കണക്കുകൂട്ടലും ഉടനെയുള്ള തീരുമാനത്തിന് പിന്നിലുണ്ട്. 2014 ഫെബ്രുവരിയിലാണ് ഹൈക്കമാൻഡിന്റെയും AK ആന്റണിയുടെയും ആശീർവാദത്തോടെ VM സുധീരൻ കേരളത്തിലെ ഗ്രൂപ്പുകളെ വെട്ടി അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത്. പിന്നീടുള്ള 3 വർഷക്കാലവും അധ്യക്ഷ സ്ഥാനം സുധീരന് അത്ര സുഖകരമായിരുന്നില്ല. സുധീരനെതിരെ A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒന്നിച്ച് കരുക്കൾ നീക്കി. ഉമ്മൻചാണ്ടിയും സുധീരനും നേർക്കുനേർ പൊരുതുന്ന കാഴ്ചയായിരുന്നു പിന്നീട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിത്വ ചൊല്ലി ഇരുവരും തമ്മിൽ കടുത്ത വാഗ്വാദങ്ങൾ. UDF സർക്കാരിനെ പരസ്യമായി വിമർശിക്കുന്നിടം വരെ എത്തി സുധീരൻ പിന്നീട്. ഇത് ഉമ്മൻചാണ്ടിയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കി. മദ്യനയത്തിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയത് പ്രശ്നം കൂടുതൽ വഷളാക്കി. പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ടത് സുധീരനെതിരെ പരാതികൾ ഹൈക്കമാൻഡിന് എത്തുന്നതാണ്. സുധീരൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തെത്തിയ ശേഷം സംഘടനാ സംവിധാനങ്ങൾ തകർന്നുവെന്നും താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനം ദുർബലമായി എന്നുമായിരുന്നു പരാതികൾ. ഏറ്റവും ഒടുവിൽ DCC അധ്യക്ഷന്മാരുടെ നിയമനത്തോടെ ഗ്രൂപ്പ് പോര് ശക്തമായി. DCC അധ്യക്ഷന്മാരെ നിയമിച്ചതിൽ A ഗ്രൂപ്പിനുണ്ടായ തിരിച്ചടി ഉമ്മൻചാണ്ടിയെ ചൊടിപ്പിച്ചു. തുടർന്നുള്ള ഉമ്മൻചാണ്ടിയുടെ നീക്കങ്ങൾ ഏതു വിധേനയും സുധീരനെ താഴെയിറക്കുക എന്നതായിരുന്നു. ഇതിനുവേണ്ടി ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്ന് പോലും ഉമ്മൻചാണ്ടി വിട്ടുനിന്നു. 5 നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന പ്രബലന്റെ ആവശ്യം അംഗീകരിച്ച് കേരളത്തിൽ പുനഃസംഘടന ഉണ്ടായാൽ താൻ നാണം കെട്ട് ഇറങ്ങേണ്ടിവരുമെന്ന തോന്നലുകളും സുധീരന്റെ രാജിക്ക് കാരണമായി. ഉമ്മൻചാണ്ടിയുടെ വലങ്കയായ KC ജോസഫിന്റെ പ്രസ്താവനകളും പൊടുന്നനെയുള്ള രാജിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. G കാർത്തികേയനായിരുന്നു KPCC അധ്യക്ഷനെങ്കിൽ UDFന് തുടർഭരണം ലഭിക്കുമായിരുന്നു എന്നായിരുന്നു KC ജോസഫിന്റെ പ്രസ്താവന. ഇതിനു പിന്നിൽ ഉമ്മൻചാണ്ടിയാണെന്നാണ് സുധീരന്റെ വിലയിരുത്തൽ. ഗ്രൂപ്പുകൾ ഒന്നിച്ചെതിർത്തിട്ടും KPCC അധ്യക്ഷ പദവിയിലെത്തിയ സുധീരനെ ഒടുവിൽ ഗ്രൂപ്പുകൾ തന്നെ പുകച്ച് പുറത്തു ചാടിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുധീരന്റെ രാജിക്ക് പിന്നിൽ സംഘടനാ പ്രശ്നങ്ങളില്ലെന്ന് രമേശ് ചെന്നിത്തല. രാജി അപ്രതീക്ഷിതമെന്ന് ഉമ്മൻചാണ്ടി. ഔദ്യോഗിക പദവി ഏറ്റെടുക്കാനില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. രാജി ദൗർഭാഗ്യകരമെന്ന് AK ആന്റണിയും പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് K മുരളീധരനും പ്രതികരിച്ചു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ മീഡിയയിൽ നിന്നാണ് വിവരം അറിഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് എന്ന് ആരോഗ്യപരമായ കാരണങ്ങളാൽ പറഞ്ഞു എന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാനവും സ്വീകരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു രാജിയുടെ ആവശ്യമില്ല, അസുഖമാണെങ്കിൽ നമുക്ക് ആരെങ്കിലും വൈസ് പ്രസിഡന്റുമാർക്ക് നമുക്ക് ചാർജ് കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം രാജിയിൽ അത് ഉറച്ചു നിൽക്കുകയായിരുന്നു ഉണ്ടായത്. ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, VM സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാലും
കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതൃനിരകളിൽ തന്നെ ഉണ്ടാകും. KPCC പ്രസിഡന്റ് സുധീറിന്റെ രാജി തികച്ചും നിർഭാഗ്യകരമായി പോയി. കേരളത്തിലെ കോൺഗ്രസിന് ഇത് ഒരു വലിയ നഷ്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒട്ടും പ്രതീക്ഷിക്കാത്ത തീരുമാനമായിരുന്നു. തീരുമാനം വളരെ ദൗർഭാഗ്യകരമായി പോയി. കാരണം പാർട്ടി നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ പാർട്ടി അധ്യക്ഷൻ്റെ രാജി പാർട്ടിക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു മാറ്റം മറ്റെന്തെങ്കിലും കാരണങ്ങൾ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമതയെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ PI സംസാരിച്ചിരുന്നു. അപ്പൊ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു വാർത്തയുടെ ഒരു ചലനവും നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അദ്ദേഹത്തിന് മത്സരിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ജനാധിപത്യ അവകാശങ്ങൾ ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാർട്ടി തെരഞ്ഞെടുപ്പ്. വളരെ നന്നായി, കോൺഗ്രസിൽ നന്നായി. കോൺഗ്രസിന് ഇനിയൊരു നല്ല കാലം വരാൻ പോയി. അയാൾ പോയാലല്ലാതെ കോൺഗ്രസ് രക്ഷപ്പെടത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു നല്ല കാലം തുടങ്ങിയെന്ന് എൻ്റെ അർത്ഥം. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ നിന്ന് തട്ടിയെടുത്ത കുഞ്ഞിനെ കണ്ടെത്തി. കോഴഞ്ചേരിയിൽ നിന്നാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. നവജാത ശിശുവിനെ തട്ടിയെടുത്ത യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ SFI ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 2 പേരെ വെട്ടിക്കൊല്ലാൻ ശ്രമം. ജില്ലാ പ്രസിഡന്റ് KM അരുൺ, സച്ചിദാനന്ദൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥിയും ആക്രമണത്തിനിരയായി. യൂത്ത് കോൺഗ്രസ് നേതാവ് കൊട്ടേഷൻ നൽകിയ സംഘമാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. നാളെ അതിരമ്പുഴ പഞ്ചായത്തിൽ CPM ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംഘപരിവാറുമായി പ്രതിപക്ഷം എത്രത്തോളം സമരസപ്പെടുന്നുവെന്ന് പൊതുസമൂഹം കാണുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. സംഘപരിവാറിനെതിരെ പോരാടാൻ മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പ്രതിപക്ഷം. ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ച് ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു. BDJS BJP സഖ്യത്തിന് ശേഷം BJP നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ നേതൃത്വം തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് BDJS BJPയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുവെന്ന് വെള്ളാപ്പള്ളി. ഇതിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ BJP നേതൃത്വവുമായുള്ള ചർച്ചയിൽ നിന്ന് NDA കൺവീനറും തുഷാർ വെള്ളാപ്പള്ളി വിട്ടുനിന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP നേട്ടമുണ്ടാക്കിയത് SNDPയുടെ സഹായത്തോടെയാണ്. എന്നാൽ പിന്നീട് BJP നേതൃത്വം തങ്ങളെ പറ്റിക്കുകയായിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നിർണായകമായ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം നാളെ രാവിലെ 7 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. 11 മണിയോടെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാകും. കണക്ക് കൂട്ടലുകളുമായി ദേശീയ പാർട്ടികളുടെ ആസ്ഥാനങ്ങൾ സജീവം. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലാണ് എല്ലാവരുടെയും കണ്ണുകൾ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങിയ അനന്തപുരി. നാളെ രാവിലെ 10:45 നഗരത്തെ യാഗശാലയാക്കുന്ന പൊങ്കാലയ്ക്ക് തുടക്കമാകുക. ശുചിത്വത്തിനും സുരക്ഷയ്ക്കും മുൻതൂക്കം നൽകുന്ന പൊങ്കാലയാണ് ഇത്തവണത്തേത്. പൊങ്കാലയ്ക്കായുള്ള കച്ചവടവും അവസാന ഘട്ടത്തിലാണ്. അനന്തപുരിയിലെ നഗരവീഥികൾക്കിരുവശവും നിറഞ്ഞു നിൽക്കുന്ന ശബ്ദമാണിത്. ആറ്റുകാൽ ക്ഷേത്രം വരെയുള്ള വീഥികളിലെല്ലാം പൊടിപൊടിക്കുന്ന പൊങ്കാല കച്ചവടം. തിരുവനന്തപുരം നഗരം മുതൽ ആറ്റുകാൽ വരെ ജനത്തിരക്കിൽ അമർന്നു കഴിഞ്ഞു. നാളെ രാവിലെ 10:45 ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയ ഭണ്ഡാര അടുപ്പിൽ തീ പടരുന്നതോടെ നഗരത്തെ യാഗശാലയാക്കി മാറ്റി പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യം. പൊങ്കാലയ്ക്കായുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന്റെ അവസാനവട്ട തിരക്കിലാണ് ജനങ്ങൾ. സാധനങ്ങൾ വാങ്ങി ഇത് പാനയുടെയൊക്കെ തുടങ്ങണം. ദൂരെ നിന്നൊക്കെ വരും. തൃശ്ശൂർ, മംഗലാപുരത്തു നിന്ന് വരെ വരുന്നുണ്ട്. ഞാൻ 8 തൊട്ട് ഇടുന്നുണ്ട്. അപ്പം ഇപ്പോഴും സ്ഥിരം ഇടുന്നുണ്ട്. ഒരു വിശ്വാസം, നമുക്കതൊരു വിശ്വാസം. നമ്മളിവിടെ ജനിച്ചു വളർന്നതല്ലേ, അപ്പോൾ നമുക്കതൊരു വിശ്വാസം. ഞങ്ങൾക്കിപ്പോൾ ഓണമല്ല, ഞങ്ങൾക്ക് ഈ പൊങ്കാലയാണ് ഞങ്ങളെ ഉത്സവം. ഇത്തവണ നല്ല കച്ചവടം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കച്ചവടക്കാരും. കൂടുതലുണ്ട്, കൂടുതലുണ്ട്. ലോഡും കൂടുതൽ, സാധനം കൂടുതൽ കൊണ്ടുവന്ന് സേൽസ് ആക്കിക്കൊണ്ടിരിക്കുന്നു. പൊങ്കാലക്കലങ്ങൾ, അടുപ്പുകൂട്ടാനുള്ള ഇഷ്ടിക, അരി, ശർക്കര, പഴം, വയണയില, കൊതുമ്പ്, ചൂട്ട്, വിറക് തുടങ്ങിയവയെല്ലാം വഴിയോരത്ത് വിൽപ്പനയിലുണ്ട്. കനത്ത സുരക്ഷയും ക്ഷേത്രത്തിലും പരിസരത്തും നഗരത്തിലുമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹരിത പൊങ്കാലയിൽ ഭക്ഷ്യസുരക്ഷ, കുടിവെള്ള സൗകര്യം, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയും പൊങ്കാലയ്ക്കായി സജ്ജമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.